വരെ ഇറങ്ങിയോ. ആ ഇവിടെ ഇറങ്ങ ചേട്ടാ. ഒരല്പം ഇങ്ങോട്ട് മാറിയിരിക്കുന്നേ. ചേട്ടാ മുന്നോട്ട് മുന്നോട്ട്. ആ പോട്ടെ പോട്ടെ. അയ്യാ ഓ മത്താച്ചൻ അറിഞ്ഞോ? എന്നാ പഞ്ചായത്ത് ഇലക്ഷൻ നാളെ പ്രഖ്യാപിക്കും. ടൗണിലൊക്കെ ഭയങ്കര ചർച്ചയാ. അത് ഞാൻ അറിഞ്ഞു. നമ്മുടെ ചൂല് പാർട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ. മൊത്തം ഒന്ന് അടിച്ചു വാരിയാലേ ശരിയാവൂ. ഈ എലഞ്ഞിക്കര സ്ത്രീ സംവരണം തന്നെയാണോ ചന്ദ്ര? അത് നേരത്തെ തീരുമാനിച്ചല്ലയോ? അല്ല അല്ല, അവസാനം വല്ല മാറ്റം ഇല്ലില്ല, അങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. ഉണ്ണിക്കുറുപ്പിന്റെ കളിയൊക്കെ തീർന്നു അല്ലേ? ഇനി കളിക്കാ വീട്ടിലിരുന്ന്. ഗ്യാസിന് വില കൂട്ടി, പെട്രോളിന് വില കൂട്ടി, മദ്യത്തിന്റെയും വില കൂടി. ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ഇലക്ഷൻ കഴിയുമ്പോ ചിലപ്പോ വില കുറയുമായിരിക്കും. കൂടിയതൊന്നും കുറയാൻ പോണില്ലല്ലോ മത്തായിച്ചോ. മദ്യത്തിന് വില കുറയ്ക്കുന്ന പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യും. എന്നാ പിന്നെ റേഷൻ കട വഴിയാക്കാം മദ്യവിതരണം. എന്തായാലും ഉണ്ണിക്കുറുപ്പ് ഇത്തവണ ഇല്ലല്ലോ, അത് തന്നെ സമാധാനം. യശോധരക്കുറുപ്പിന്റെ പാർട്ടി ഒന്ന് ആഞ്ഞു പിടിച്ച ഉണ്ണിക്കുറുപ്പിന്റെ പാർട്ടി കമന്റ്. പക്ഷെ പുള്ളിക്കാരൻ കിടപ്പിലായി പോയില്ലേ? നമ്മുടെ കഷ്ടകാലം അല്ലാന്താ. ദേ പോകുന്നു മറ്റൊരു ശർക്കര കുടം. അതാരാ? നമ്മുടെ വർക്കിച്ചാന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജർ. മലയാളം പോലും ശരിക്കും പറയാൻ അറിയില്ല. 4ാം ക്ലാസ് തന്നെ ഇയാൾ എങ്ങനെ ഇംഗ്ലീഷ് സ്കൂളിലെ മാനേജരായി? എടാ പൂത്ത കാശി, അല്ലാതെ എന്തുവാ? കാശുണ്ടെങ്കിൽ ഇവിടെ എന്തു വാങ്ങാൻ ചന്ദ്ര? അല്ല പിന്നെ സത്യത്തിൽ ഇപ്പോഴാ എനിക്കൊരു സുരക്ഷിതത്വം തോന്നുന്നു. എന്റെ പകുതി അസുഖം ഭേദമായതുപോലെ. അപ്പോ ശിഷ്ടകാലം ഞാൻ ഈ കുഗ്രാമത്തിൽ കിടന്ന് മുത്തശ്ശന് പ്രൊട്ടക്ഷൻ തരണമെന്നാണ് അല്ലേ? ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചുകൂടല്ലോ. നിന്റെ ഭാവി, കുടുംബം, അതൊക്കെ എനിക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ക്രൂരമായ ഒരു സ്വാർത്ഥതയല്ലേ? നിന്റെ അച്ഛനും അമ്മയും ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? വന്നാട്ടെ. ദാ നമസ്കാരം സാർ. വിവരങ്ങൾ നാണുനായർ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടി അറിയാം. സ്ട്രെച്ചറിൽ വരാനുള്ള സംവിധാനം ഒരുക്കണം. അല്ലാതെ ഞാനിപ്പോൾ എന്താ ചെയ്യുക? എന്നോട് ക്ഷമിക്കണം. തൽക്കാലം ഞാൻ പോവാ. പക്ഷേ മുത്തശ്ശ, കഴിഞ്ഞ ടേണിൽ മങ്ങാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനായിരുന്നു. ഗുഡ് ബൈ ടു കറപ്ഷൻ എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഏറെക്കുറെ വിജയിച്ചു വന്നതായിരുന്നു. അന്ന് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷത്താ, ഉണ്ണിക്കുറുപ്പ്. കാഞ്ഞ വിത്ത. അയാൾ എനിക്കിട്ടൊന്ന് പണിതു. മനസ്സാവാച അറിയാതെ ഞാനൊരു വിജിലൻസ് കേസിൽ പെട്ടു. കുരുക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമത്തിന് കണ്ണും കാതുമില്ലല്ലോ. ഒരുപാട് ഓടി, പക്ഷേ തളർന്നുപോയി. മാനസികമായിട്ടും ദാ ഇപ്പോ ഇങ്ങനെ ശാരീരികമായിട്ടും. പണം കുറെ ചെലവായി മോളെ. പക്ഷെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒത്തില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിക്കേണ്ടെന്ന് പറഞ്ഞു. അറിയിച്ചിട്ട് എന്ത് നേടാനാ?